ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് വയറിംഗ്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു വാക്കാണ് സിസ്റ്റംസ് ഓഫ് വയറിംഗ്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ തന്നെ അതൊന്ന് നോട്ട് ചെയ്യുക. ടൈപ്സ് ഓഫ് വയറിംഗ് അല്ലെങ്കിൽ രണ്ടാമത്തെ വാക്കാണ് സിസ്റ്റംസ് സിസ്റ്റംസ് ഓഫ് വയറിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ഏതൊക്കെയായിരുന്നു? മെത്തേഡ്സ് ഓഫ് വയറിംഗ് ആയിരുന്നു. ലൂപ്പിൻ സിസ്റ്റവും ജോയിൻറ്റ് ബോക്സ് സിസ്റ്റവും അതിനെക്കുറിച്ചായിരുന്നു കൂടുതലായിട്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വയറിങ്ങിൻ്റെ പലതരത്തിലുള്ള സിസ്റ്റംസ് ഉണ്ട്. സിസ്റ്റംസ് ബേസിക്കലി പറയുക അതിൻ്റെ ഇൻറ്റേർണൽ വയറിങ് കൊടുക്കുന്നത് പല രീതിയിലാണ്. ഓക്കെ, പഴയത് മുതൽക്ക് പുതിയത് വരെ. ഓക്കെ, ഇപ്പം നമ്മൾ ശരിക്കും പറയണമെങ്കിൽ PVCൻ്റെ എന്താ പറയുക പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വയറിട്ട് കൊടുത്തിട്ട് അത് നമ്മൾ എന്താ പറയുക ചുമരിൽ തുളണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അത് തേച്ച് പുറമേക്ക് കാണാത്ത രീതിയിലൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വരാറ്. പക്ഷേ അത് കൂടാതെ തന്നെ പലതരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. നമ്മളുടെ ലാബുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പുറമേ ആയിരിക്കും. ഓക്കെ, ആ വയർ നമുക്ക് കാണാൻ പറ്റും. ആ വയർ പോണതൊക്കെ അത് ഏത് വഴി കൂടെയാണ് പോണത്. വലിയ വലിയ ഓഫീസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ബേസിക്കലി ഉള്ളിൽ കൂടെയല്ല പുറമേ കൂടെ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുന്ന രീതികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള സിസ്റ്റംസിനെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ 5 ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ഓഫ് വയറിംഗ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ക്ലീറ്റ് വയറിംഗ്. ഓക്കെ, ഫസ്റ്റ് വൺ ക്ലീറ്റ് വയറിംഗ്. സെക്കൻഡ് വൺ വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ്. ഓക്കെ, വുഡൻ കേസിംഗ് ആണ്, കാസ്റ്റിംഗ് അല്ല. നിങ്ങളിതിൽ തന്നിട്ടുള്ളത് കാസ്റ്റിംഗ് എന്നാണ്, അതിലൊരു ചെറിയ മാറ്റമുണ്ട്. വുഡൻ കേസിംഗ്, WOODDEN CASING, കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ് എന്നും പറയും. ഓക്കെ, CTS വയറിംഗ്, TRS വയറിംഗ്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു വാക്കാണ് ബാറ്റൺ വയറിംഗ്. പിന്നെ നാലാമതായിട്ട് വരുന്നത് കോണ്ടോയിറ്റ് വയറിംഗ്. അഞ്ചാമതായിട്ട് ലെഡ് ഷീറ്റഡ് അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റഡ് വയറിംഗ് സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലീറ്റ് വയറിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ക്ലീറ്റ് വയറിംഗ് എന്താണ്? ക്ലീറ്റ് വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വയറിങ്ങിൽ ബേസിക്കലി നമ്മൾ മരത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ ക്ലീറ്റുകളാണ് ഉപയോഗിക്കാറ്. ഓക്കെ, ഈ ക്ലീറ്റുകൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ റെഗുലർ ഇൻ്റർവെല്ലിൽ, ഓക്കെ, 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ നമ്മളിത് ഫിക്സ് ചെയ്യാറാണ് പതിവ്. എവിടെയാണ് ഫിക്സ് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമരിലോ അതല്ലെങ്കിൽ സീലിങ്ങിലോ. ഓക്കെ, അങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാറാണ് ചെയ്യുക. അപ്പോൾ ഈ PVC ഇൻസുലേറ്റഡ് കേബിൾസ്, PVCൻ്റെ ഇൻസുലേഷൻ ചെയ്തിട്ടുള്ള കേബിളുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ടേക്കൺ ത്രൂ ദ ഹോൾസ് ഓഫ് ഈച്ച് ക്ലീറ്റ്. ഈ ക്ലീറ്റിൻ്റെ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ കേബിൾസ് നമ്മൾ കൊണ്ടുപോവുക. ഓക്കെ, എവിടേക്കാണോ എത്തിക്കേണ്ടത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് ഈ ക്ലീറ്റിൻ്റെ ഗ്യാപ്പിലായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലീറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട്സ് ആൻഡ് ഹോൾഡ് ദ വയേഴ്സ്. ഓക്കെ, ഇറ്റ് സപ്പോർട്ട് ആൻഡ് ഹോൾഡ് ദ വയേഴ്സ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന എന്ത് പറയുക അഡ്വാൻറ്റേജ് എന്ന രീതിയിൽ പറയണത്. ഇത് സപ്പോർട്ട് ചെയ്യാൻ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല, ക്ലീറ്റാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യണത്, വയറിനെ സപ്പോർട്ട് ചെയ്യണത്. അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു ചീപ്പസ്റ്റ് സിസ്റ്റമാണ്. ഇൻറ്റേർണൽ വയറിങ്ങിൽ തന്നെ ഒരു ചീപ്പസ്റ്റ് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലീറ്റ് വയറിംഗ് സിസ്റ്റമാണ് ഏറ്റവും ചീപ്പസ്റ്റ് സിസ്റ്റം. ഓക്കെ, പിന്നെ രണ്ടാമതായിട്ട് പറയേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്റ്റോളേഷനും അതേപോലെ ഡിസ്മാൻറ്റിൽമെൻറ്റും അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ടും ചെയ്യാൻ പറ്റും, അതേപോലെ പെട്ടെന്നും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ് ഇത് ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്നത് ടെമ്പററി ഇൻസ്റ്റോളേഷൻ വർക്കുകൾക്കാണ് ഈ ഒരു തരത്തിലുള്ള വയറിംഗ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ വീടുകളിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, നോട്ട് സൂട്ടബിളാണ്, ഉപയോഗിക്കാൻ അത്ര എന്താ പറയുക സൗകര്യമല്ല, ആ രീതിയിലാണ്. പിന്നെ അത്ര ഭംഗി ഉണ്ടാവില്ല, എസ്തെറ്റിക് അപ്പിയറൻസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ലുക്കിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ലുക്കിംഗ്. ഓക്കെ, പിന്നെ ഇതൊരു ഔട്ട്ഡേറ്റഡ് മെത്തേഡാണ്. പണ്ടൊക്കെ ആയിരുന്നു ഈ ഒരു രീതിയിലുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യാറ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയറൊക്കെ എക്സ്പോസ്ഡ് ആയിരിക്കും. ഓക്കെ, പുറമേക്ക് കാണുന്ന രീതിയിലായിരിക്കും. അപ്പോൾ അങ്ങനെ എക്സ്പോസ്ഡ് ആകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസ്, കേടുപാടുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഈ ഇൻസുലേഷനൊക്കെ എന്തെങ്കിലും ഈ നനവ് കാരണം ചിലപ്പോൾ അറ്റ്മോസ്ഫിയറായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താ പറയുക കെമിക്കലുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അതിൽ പലതരത്തിലുള്ള കേടുപാടുകൾ വരാൻ സാധ്യത കൂടുതലാണ്
ഏത് വയറിങ്ങിൽ? ക്ലീറ്റ് വയറിങ് സിസ്റ്റത്തിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ഔട്ട്ഡേറ്റഡ് മെത്തേഡ് എന്ന രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലീറ്റ് വയറിങ്ങിൻ്റെ ഫിഗറുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് സിസ്റ്റം യൂസസ് ഇൻസുലേറ്റഡ് കേബിൾസ് സബ് പ്രൊട്ടക്റ്റഡ് ഇൻ പോർസിലെയിൻ ക്ലീറ്റ്സ്. ഓക്കെ, അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത് പോർസിലെയിൻ ക്ലീറ്റിലാണ്. ഓക്കെ, ആ രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് CTS അല്ലെങ്കിൽ TRS വയറിംഗ് എന്ന സിസ്റ്റമാണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഹൗസ് വയറിംഗ്. ഓക്കെ, ഹൗസ് വയറിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഇത് ബേസിക്കലി യൂസ് ചെയ്യാറുണ്ട്. ഒരു ചീപ്പായിട്ടുള്ള സിസ്റ്റം തന്നെയാണ്. ഓക്കെ, പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ലെയർ ആയിട്ടാണ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, പലതരത്തിലുള്ള 4 ലെയറൊക്കെയാണ് നമ്മൾ ബേസിക്കലി പറയാറ്. ഫസ്റ്റ് ഉള്ളിലുള്ള ലെയർ നമ്മൾ കോപ്പർ വയറൊക്കെ പറയണ പോലെ അതൊരു കണ്ടക്ടർ, ഏറ്റവും ഉള്ളിലത്തെ ലെയറിനെ കണ്ടക്ടർ എന്ന് പറയും. അതിൻ്റെ മുകളിലായിട്ട് റബ്ബറിൻ്റെ ഇൻസുലേഷൻ പ്രൊവൈഡ് കൊടുക്കും. പിന്നെ മൂന്നാമതായിട്ട് റബ്ബർ ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ളതാണ് ബ്രേഡിങ്. ഓക്കെ, ബ്രേഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസാനത്തെ കോട്ടിങ്. വലിയ വലിയ കേബിളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ലെയറുകളും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ CTSൻ്റെ ഫുൾ ഫോം എന്താ എന്ന് പലതവണ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്. CTS അല്ലെങ്കിൽ TRS. CTS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബ് ടയർ ഷീറ്റഡ്. ഓക്കെ, ക്യാബ് CABTYRECHEATHED, ക്യാബ് ടയർ ഷീറ്റഡ് വയർ, അല്ലെങ്കിൽ അതിന് വേറൊരു വാക്കാണ് TRS. ഓക്കെ, ടഫ് റബ്ബർ ഷീറ്റഡ്. ഓക്കെ, ടഫ് റബ്ബർ ഷീറ്റഡ്. ഓക്കെ, ഇതിൽ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ CTS അല്ലെങ്കിൽ TRS ആണ് അതിൽ നമ്മൾ ബേസിക്കലി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കാറ്. ഓക്കെ, കണ്ടക്ടറായിട്ട് ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ CTS അല്ലെങ്കിൽ TRS ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഈ വയറൊക്കെ റണ്ണ് ചെയ്യണത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തേക്കിൻ്റെ വുഡൻ ബാറ്റേൺസ് നമ്മൾ ഫിക്സ് ചെയ്യാറാണ് പതിവ്. ചുമരിലോ അല്ലെങ്കിൽ സീലിങ്ങിലോ എന്തുപയോഗിച്ചിട്ട്? സ്ക്രൂസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മരത്തിൻ്റെ ചെറിയ ചെറിയ പ്ലഗ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ തേക്കിൻ്റെ ഉള്ളിൽ കൂടെ ബാറ്റേൺസ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വയറുകളൊക്കെ എന്താ പറയുക അതിനെ കടത്തി വിടുക. ഓക്കെ, പിന്നെ CTS അല്ലെങ്കിൽ TRS കേബിൾസ് യൂസ്ഡ് ആർ നോട്ട് മച്ച് അഫക്റ്റഡ് ബൈ കെമിക്കൽസ്, വാട്ടർ ആൻഡ് സ്റ്റീം. ഓക്കെ, അത് കൂടുതലായിട്ട് അഫക്റ്റ് ആവാറില്ല. ഈ CTRS അല്ലെങ്കിൽ TRS കേബിൾസ് എന്താണ് കൂടുതലായിട്ട് കെമിക്കലായിട്ട് കോണ്ടാക്റ്റ് വരാറില്ല. അതേപോലെ നമ്മൾ ചൂടാവിയായിട്ടോ അല്ലെങ്കിൽ ചുമരത്തെ വെള്ളവുമായിട്ടോ അങ്ങനെയൊന്നും എന്താ പറയുക അതിന് കേടുപാടുകൾ വരാൻ സാധ്യത കുറവാണ്. അതേപോലെ പറയേണ്ട വേറൊരു കാര്യമാണ് ഇൻസ്റ്റാളേഷൻ എന്താണ് ക്വിക്ക് ആൻഡ് ഈസിയാണ്. പിന്നെ ഇതിൻ്റെ ലൈഫ് അത്യാവശ്യം കൂടുതലുണ്ട് ഇതിൻ്റെ ലൈഫ്. ഓക്കെ, പിന്നെന്താണ് പിന്നെ പറയേണ്ട കാര്യം ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ് വർക്ക്മാൻഷിപ്പ് ഈസ് റിക്വയർഡ്. ഓക്കെ, നല്ല രീതിയിലുള്ള സ്കിൽഡ് ലേബേഴ്സ് തന്നെ ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെ ഈ ടൈപ്പ് ഓഫ് വയറിംഗ് കനോട്ട് ബി റെക്കമെൻഡഡ് ഫോർ യൂസ് ഇൻ സിറ്റുവേഷൻസ് ടു സൺ ഓർ റെയിൻ അൺലെസ് പ്രിവെൻറ്റീവ് സ്റ്റെപ്സ് ആർ ടേക്കൺ ടു പ്രിസർവ് ദ ഇൻസുലേഷൻ ഓഫ് കേബിൾസ്. ഓക്കെ, നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്തും അതേപോലെ തന്നെ പിന്നെന്താണ് വയറിങ് റെയിനുള്ള സ്ഥലത്തും. ഓക്കെ, മഴ കൂടുതലുള്ള സ്ഥലങ്ങളിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്തും അതേപോലെ മഴ നല്ല നേരിട്ട് കൊള്ളുന്ന സ്ഥലത്തും ഇത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഗുഡ് വർക്ക്മാൻഷിപ്പ് ഈസ് റിക്വയർഡ്. നല്ല രീതിയിലുള്ള സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമുണ്ട്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ TRS സിസ്റ്റത്തിൽ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണ മൂന്നാമത്തെ സിസ്റ്റമാണ് വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ്. ഓക്കെ, വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ് സിസ്റ്റം മൂന്നാമത്തെ സിസ്റ്റമാണ്. ഓക്കെ, ഇൻ ദിസ് കേബിൾ ഇസ് റൺ ത്രൂ എ വുഡൻ കേസിംഗ് ഹാവിങ് ഗ്രൂവ്സ്. വുഡൻ കേസിങ്ങിൻ്റെ ഉള്ളിൽ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഗ്രൂവിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഒരു വുഡൻ വയറിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. ഈ വയറിങ് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുകയും ചെയ്യുക. ഒരു എന്താ പറയുക കേസിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയണ്ട കേസ്
ആ കേസിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഈ വയറുകൾ കടത്തിവിടുക. ഈ എന്താ പറയുക മരത്തിൻ്റെ കേസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ വുഡൻ കേസിങ് ഈസ് ഓഫ് റിക്വയർഡ് ഫിക്സഡ് ലെങ്ത് വിത്ത് പാരലൽ ഗ്രൂവ്സ്. ഓക്കെ, ഒരു ഫിക്സഡ് ലെങ്ത്തിൻ്റെ ഗ്രൂവുകൾ പ്രൊവൈഡ് ചെയ്യുക. ഗ്രൂവ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ കട്ടിങ്ങിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഈ വയറുകൾ കടത്തി വരാറ്. പിന്നെ ഈ ഗ്രൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ഗ്രൂവ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ആ കേബിളിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും ഗ്രൂവുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ ഈ വുഡൻ കേസിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമരിലോ അല്ലെങ്കിൽ സീലിങ്ങിലോ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക സ്ക്രൂ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ആഫ്റ്റർ പ്ലേസിങ് ദ കേബിൾസ് ഇൻസൈഡ് ദ ഗ്രൂവ്സ് ഓഫ് കേസിങ് എ വുഡൻ ക്യാപ്പ് വിത്ത് ഗ്രൂവ്സ് ഇസ് പ്ലേസ്ഡ് ഓൺ ഇറ്റ് ടു കവർ ദ കേബിൾ. ഓക്കെ, ഇങ്ങനെ ഒരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു മരത്തിൻ്റെ കഷ്ണം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്രൂവിൻ്റെ ഉള്ളിൽ കൂടെ കേബിൾ ഇടും. കേബിൾ ഇട്ടതിന് ശേഷം അതിനൊരു ക്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ആ ക്യാപ്പും കൂടി അതിൻ്റെ മുകളിലാണ്ട് കവർ ചെയ്യാൻ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇതും ഒരു തരത്തിലുള്ള ഒരു ചീപ്പസ്റ്റ് സിസ്റ്റം തന്നെയാണ്, ചീപ്പ് വയറിങ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, നമ്മൾ എന്ത് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ളത് നമ്മളുടെ ഫസ്റ്റ് സിസ്റ്റം ആയിരുന്നു. ഏതായിരുന്നു? ക്ലീറ്റ് സിസ്റ്റം. ഓക്കെ, രണ്ടാമതായിട്ട് ചീപ്പ് വരുന്നത്. ഓക്കെ, അതിനെക്കാട്ടി ചീപ്പ് എന്നല്ല, അതിനെക്കാട്ടി കുറച്ച് കൂടുതലായിരിക്കും. എന്നാലും ചീപ്പ് ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ലെഡ് ഷീത്തിന്, ഓക്കെ, ലെഡ് ഷീത്തിന് കമ്പയർ ചെയ്യുമ്പോൾ അതിനെക്കാട്ടി കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചീപ്പാണ്. ഓക്കെ, പിന്നെന്താണ്? ഈസി ടു ഇൻസ്റ്റാൾ ആണ്, പിന്നെ റീവയർ ചെയ്യാനും സൗകര്യമാണ്, പിന്നെ ഗുഡ് ഇൻസുലേഷൻ ആണ്, പ്രൊവൈഡ്സ് ഗുഡ് ഇൻസുലേഷൻ. ഓക്കെ, പിന്നെന്താണ്? ഈസി ടു ഇൻസ്പെക്റ്റ്. ഓക്കെ, ഇൻസ്പെക്ഷൻ ചെയ്യാൻ സൗകര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ക്യാപ്പ് തുറന്നിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ റിസ്ക് ഓഫ് ഫയർ ഇൻ കേസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, ഫയർ പടരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല വർക്ക്മാൻഷിപ്പ് ആവശ്യമാണ്. ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. മരത്തിൻ്റെ പണിക്കാരെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെന്താണ്? ദിസ് ടൈപ്പ് ഓഫ് വയറിംഗ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഓൺ സർഫസ് ആൻഡ് കനോട്ട് ബി ഡൺ ഇൻ പ്ലാസ്റ്റർ. ഓക്കെ, ഇത് സർഫസിൽ മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പ്ലാസ്റ്ററിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഇനി വരുന്ന അടുത്ത പോയിൻ്റാണ് കോസ്റ്റ്ലിയർ സിസ്റ്റമാണ്. ഓക്കെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേടുപാടുകളില്ലാത്ത മരം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നല്ല മരം കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ നല്ല വർക്ക്മാൻഷിപ്പ് ആവശ്യമുണ്ട്, ലേബർ കോസ്റ്റ് കൂടുതലാണ്. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഓക്കെ, വുഡൻ കേസിങ് ആൻഡ് വയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആവുമെന്ന് നമുക്ക് തന്നെ ഊഹിച്ചാൽ അറിയാം തന്നെ. പിന്നെ നല്ല വർക്ക്മാൻഷിപ്പ് ആവശ്യമുണ്ട്. ഓക്കെ, ചീപ്പസ്റ്റ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഈസി ടു ഇൻസ്റ്റാൾ ആൻഡ് റീവയർ ആണ്. പിന്നെ ഗുഡ് ഇൻസുലേഷൻ ആണ്. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈസി ആയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയണ കാര്യങ്ങൾ. വുഡൻ കേസിങ് ആൻഡ് വയറിംഗ്, ഇതാണ് വുഡൻ കേസിങ്. നിങ്ങൾ ഈ റൈറ്റ് സൈഡിലുള്ള ഫിഗറിൽ കാണാൻ പറ്റും. ഈ കേബിൾ അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക, ആ വയറിങ് അതിൻ്റെ ഉള്ളിൽ, ആ ബോക്സ് കണ്ടല്ലോ, ആ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് മരത്തിൻ്റെ ബോക്സ് കണ്ടാലും നീണ്ടു പോണത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. അതിലിങ്ങനെ ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ പ്രൊവൈഡ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാറ്റൺ വയറിംഗ് ആണ്. ഓക്കെ, ഇത് ഇൻ ദിസ് ഇൻസുലേറ്റഡ് വയേഴ്സ് ആർ റൺ ത്രൂ ദ സ്ട്രെയിറ്റ് തേക്ക് വുഡൻ ബാറ്റൺസ്. ഓക്കെ, ടീക്ക് വുഡ് ബാറ്റൺസിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഇൻസുലേറ്റഡ് വയേഴ്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കൊണ്ടുപോവാറ്. ഓക്കെ, ദ വുഡൻ ബാറ്റൺസ് ആർ ഫിക്സ്ഡ് ഓൺ ദ സീലിങ്സ് ഓർ വാൾസ് ബൈ പ്ലഗ് ആൻഡ് സ്ക്രൂ. ഓക്കെ, വുഡൻ ബാറ്റണുകൾ നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകാറ്? ഫിക്സ് ചെയ്തിട്ടുള്ളത് എന്ത് ഉപയോഗിച്ചിട്ട്? സ്ക്രൂവോ അല്ലെങ്കിൽ പ്ലഗ് ഉപയോഗിച്ചിട്ടോ. ഓക്കെ, പിന്നെ കേബിൾസ് ആർ ഫിറ്റഡ് ഓൺ ടു ദ ബാറ്റൺസ് ബൈ യൂസിങ് ടിൻഡ് ബ്രാസ് ലിങ്ക്. ഓക്കെ, ഈ നമ്മളുടെ കേബിളുകൾ ബാറ്റണിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് ഉപയോഗിച്ചിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടിൻഡ് ബ്രാസ് ലിങ്ക് ക്ലിപ്സ്. ഓക്കെ, ക്ലിപ്പുകൾ നമ്മളിങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ഈ കേബിളുകൾ നമ്മൾ ബാറ്റണിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദീസ് ക്ലിപ്സ് ആർ ഫിക്സ്ഡ് ടു ദ ബാറ്റൺസ്
വിത്ത് റസ്റ്റ് റെസിസ്റ്റൻറ്റ് നെയിൽസ്. ഓക്കെ, തുരുമ്പ് പിടിക്കാതിരിക്കാനുള്ള നെയിൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ക്ലിപ്പുകൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത് ബാറ്റണിലേക്ക്. ഓക്കെ, ഈ വയറിംഗ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളുമാണ്, അതേപോലെ ചീപ്പുമാണ്. ഓക്കെ, ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് സമയം ആവശ്യം വരുള്ളൂ. ഓക്കെ, ടേക്ക് ലെസ് ടൈം ടു ഇൻസ്റ്റാൾ. ദേ ആർ മെയിൻലി യൂസ്ഡ് ഫോർ ഇൻഡോർ ഇൻസ്റ്റാളേഷൻ. ഓക്കെ, ഇൻഡോർ ഉള്ളിലത്തെ വർക്കുകൾക്ക് മാത്രമേ ഈ തരത്തിലുള്ള ഇൻസ്റ്റാളേഷൻ നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളുടെ ബാറ്റൺ വയറിംഗ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോണ്ടോയിറ്റ് വയറിംഗ് ആണ്. കോണ്ടോയിറ്റ് വയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് ഇൻ ദിസ് വയറിംഗ് PVC cables are taken through either PVC conduit pipes or through steel conduit pipes. ഓക്കെ, നമ്മളെ കേബിളുകൾ നമ്മൾ PVC പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിടുക. ഓക്കെ, ദിസ് കോണ്ടോയിറ്റ് വയറിംഗ് ക്യാൻ ബി എയ്തർ സർഫേസ് കോണ്ടോയിറ്റ് വയറിംഗ് ഓർ കൺസീൽഡ്. സർഫസിൻ്റെ പുറത്തു കൂടെ നമുക്കത് ഈ തരത്തിലുള്ള വയറിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ, അതിനെയാണ് കൺസീൽഡ് എന്ന് പറയുക. ഓക്കെ, കൺസീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കൂടെ കൊണ്ടുപോകുന്ന വയറിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. The conduits are run inside the surface of the walls and ceilings are covered with plastering. It is called as conduit wiring. Okay, conduits are run inside the surface of the walls and ceiling and are covered with plastering. അതിൻ്റെ മുകളിൽ കൂടെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോണ്ടോയിറ്റ് വയറിംഗ്. ഓക്കെ, സർഫസ് കോണ്ടോയിറ്റ് വയറിംഗ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ടു കണക്ട് ദ ഹെവി മോട്ടേഴ്സ്. ഓക്കെ, സർഫസ് കോണ്ടോയിറ്റ് ആണ് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കാറ് എവിടെ? നമ്മളുടെ ഇൻഡസ്ട്രിയൽ വർക്കിനൊക്കെ. എന്തുകൊണ്ട്? ഓക്കെ, ഹെവി മോട്ടേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൺസീൽഡ് വയറിംഗ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് കോമൺ മെത്തേഡ് ഓഫ് വയറിംഗ് ഇൻ റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. കൺസീൽഡ് ചെയ്യുന്നത് നമ്മൾ ബേസിക്കലി റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ്. ഓക്കെ, ദിസ് മെത്തേഡ് ഇസ് ദ സേഫസ്റ്റ് മെത്തേഡ് ഓഫ് വയറിംഗ് ആൻഡ് ഇറ്റ്സ് ഓൾസോ ലുക്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, എസ്തെറ്റിക് അപ്പിയറൻസിൽ നല്ല ഭംഗി ഉണ്ടാവും, അതേപോലെ സേഫസ്റ്റ് മെത്തേഡുമാണ്. ഓക്കെ, ഒരു വാട്ടർ പ്രൂഫ് സിസ്റ്റമാണ്. പിന്നെന്താണ്, ഇതൊരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഫയറിൻ്റെ അടുത്ത് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താണ്, റീപ്ലേസ്മെൻറ്റ് ആൾട്രേഷൻ ഡിഫക്റ്റീവ് വയറിംഗ് ഈസ് ഈസി. എന്തെങ്കിലും ആൾട്രേഷൻ ചെയ്യണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി സിസ്റ്റം ഓഫ് വയറിംഗ് ആണ്. ഇറക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഈസി ആയിട്ട് ഇറക്റ്റ് ചെയ്യാനൊന്നും പറ്റൂല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. കുത്തിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ വയറിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താണ്, എക്സ്പീരിയൻസ് ആൻഡ് ഹൈലി സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആവശ്യമുണ്ട് ഈ ഒരു തരത്തിലുള്ള വയറിങ് ചെയ്യണമെങ്കിൽ. പിന്നെന്താണ്, ഇൻറ്റേർണൽ കണ്ടൻസേഷൻ ഓഫ് മോയ്സ്ചർ മേ കോസ് ഡാമേജ് ടു ദ ഇൻസുലേഷൻ അൺലെസ് ദ സിസ്റ്റം ഔട്ട്ലെറ്റ്സ് ആർ പ്രോപ്പർലി ഡ്രെയിൻഡ് ആൻഡ് വെൻറ്റിലേറ്റഡ്. പ്രോപ്പർലി ഡ്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന രീതിയിലാണ് പറയണത്. അല്ലെങ്കിൽ ഇൻറ്റേർണൽ കണ്ടൻസേഷൻ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ഉള്ളിൽ കൂടെ മോയ്സ്ചർ കയറി കഴിഞ്ഞാൽ. ഓക്കെ, ലോങ് ലൈഫാണ്. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, ഓക്കെ, CTS കോണ്ടോയിറ്റ് വയറിംഗ്, ഇതാണ് കോണ്ടോയിറ്റ് വയറിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് കാണിക്കേണ്ടത്. ഓക്കെ, കോണ്ടോയിറ്റ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് നമ്മൾ കൺസീൽഡ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണതാണ് ഏത്? മെറ്റൽ ഷീത്ത്ഡ് വയറിംഗ് അല്ലെങ്കിൽ ലെഡ് ഷീത്ത്ഡ് വയറിംഗ്. ഓക്കെ, ദ മെറ്റൽ ഷീത്ത് ഇസ് പ്രൊവൈഡഡ് ഓവർ ദ ഇൻസുലേറ്റഡ് കണ്ടക്ടർ. ഓക്കെ, മെറ്റൽ ഷീത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. എവിടെയാണ് പ്രൊവൈഡ് ചെയ്യണത്? ഓക്കെ, ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഓവർ ദ ഇൻസുലേറ്റഡ് കണ്ടക്ടർ. ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടക്ടറിൻ്റെ മേലെ കൂടെ, ഓക്കെ, അതിൻ്റെ മുകളിൽ കൂടെ ഓവർ ദ ഇൻസുലേറ്റഡ് കണ്ടക്ടർ ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ദ സിസ്റ്റം ഫ്രം മെക്കാനിക്കൽ ഇഞ്ചുറി, ഡാംപ്നെസ് ആൻഡ് അറ്റ്മോസ്ഫിയറിക് ആക്ഷൻ. ഓക്കെ, ഈ 3 ഇതിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കാനായിട്ട്, ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മെറ്റൽ ഷീത്തിങ് പ്രൊവൈഡ് ചെയ്യാണ്. ആരുടെ മേത്തേക്ക്? ഈ ഇൻസുലേറ്റഡ് കണ്ടക്ടറിൻ്റെ മുകളിലേക്ക്. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ഈസ് സെയിം ആസ് CTS വയറിംഗ് സിസ്റ്റം കേബിൾസ്. ഓക്കെ, cables are run on wooden batten and are fixed with the help of
ടിൻഡ് ലിങ്ക് ക്ലിപ്സ്. ഓക്കെ, ഏകദേശം CTS വയറിംഗ് സിസ്റ്റം പോലെ തന്നെയാണ്. ഓക്കെ, വലിയ വ്യത്യാസമില്ല. ഇതിൽ എന്താ ചെയ്യണത്, നമ്മൾ വുഡൻ പാറ്റേണിലേക്ക് ഫിക്സ് ചെയ്യുക ചെയ്യണത്. എന്ത് ഉപയോഗിച്ചിട്ട്? ക്ലിപ്പ് ഉപയോഗിച്ചിട്ട്. എന്തിൻ്റെ ക്ലിപ്പ്? ടിൻഡ് ലിങ്ക് ക്ലിപ്സ്. ഓക്കെ, പിന്നെ പറയേണ്ട എന്താണ്, പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഫസ്റ്റ് അഡ്വാൻറ്റേജ്, ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ഇഞ്ചുറി. ഓക്കെ, പിന്നെന്താണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈസി ടു ഫിക്സ്. ഓക്കെ, പെട്ടെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ലൈഫും കമ്പാരിറ്റീവ്ലി ലോങ്ങറാണ്. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സിറ്റുവേഷൻസ് എക്സ്പോസ് ടു റെയിൻ ആൻഡ് സൺ. ഓക്കെ, നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന രീതിയിലാണ് നമ്മൾ ബേസിക്കലി പറയേണ്ടത്. പക്ഷെ എന്താണ്, ഒരു ജോയിൻറ്റും ഉണ്ടാകാൻ പാടില്ല. ജോയിൻറ്റുകളും ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കോസ്റ്റ്ലിയർ സിസ്റ്റമാണ്. TRSനെയും കാട്ടി കോസ്റ്റ്ലിയറാണ്. ഓക്കെ, TRS വയറിങ്ങിനെയും കാട്ടി കോസ്റ്റ്ലിയർ ആയിട്ടുള്ള സിസ്റ്റമാണ് ഈ ഒരു മെറ്റൽ ഷീറ്റഡ് വയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെഡ് ഷീറ്റഡ്. ഓക്കെ, പിന്നെന്താണ്, ഇത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ കൊറോഷൻ. എവിടെയൊക്കെ കെമിക്കൽ കൊറോഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെ ഒന്നും ഇത് ഉപയോഗിക്കാൻ യോഗ്യമല്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഡാമേജ് വരികയാണ് ഇൻസുലേഷന്. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ നമുക്കെന്താ, ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, മെറ്റൽ ഷീറ്റ് അലൈവ് ആവും, അതേപോലെ ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ സ്കിൽഡ് ലേബറും പ്രോപ്പർ സൂപ്പർവിഷൻ്റെയും ആവശ്യം ഈ ഒരു മെത്തേഡിലുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ സിസ്റ്റംസ് ഓഫ് വയറിങ്ങിൽ വരുന്ന പലതരത്തിലുള്ള മെത്തേഡുകൾ. ഓക്കെ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് വയറിങ്ങിൽ വരുന്ന മെത്തേഡ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.